ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് റീസണിംഗ് ആണ്. റീസണിങ്ങിൻ്റെ സിലോഗിസം ടോപ്പിക്കാണ്. അത് തന്നെ റീസണിങ് സാധാരണ ഈ ക്ലാസ് വേറെ ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സർക്കിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ സർക്കിൾ മെത്തേഡ് ഫോളോ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേറൊരു മെത്തേഡാണ് വെനിസ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ആ സിലോഗിസം ആ ഒരു പാറ്റേണിൽ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് പിന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് വേറൊരു ടൈപ്പ് എന്ന് വെച്ചാൽ വേറൊരു ടൈപ്പ് മെത്തേഡാണ്. പക്ഷേ ഇത് വെച്ച് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറസി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ മറ്റേ മെത്തേഡ് സെറ്റായിട്ടുള്ളവരും മെത്തേഡ് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു മെത്തേഡ് പുതിയ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പരിചയപ്പെടുത്തുവാണ്. ഓക്കെ, ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസിൽ ലൈവ് ക്ലാസ്സും ഉണ്ട്. അതേപോലെ തന്നെ ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെൻറ്റർ സപ്പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെമോ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ QR കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെൻറ്റർ കൊട്ടാരക്കര, ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റാണ് ഉള്ളത്. ആദ്യമേ കുറച്ച് കൺസെപ്റ്റ്സ് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് പാറ്റേൺസ് പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് പാറ്റേൺസ് ഉണ്ട്. ഓൾ ARB എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? കുറച്ച് A എഴുതണം. ആ എയിലെ എല്ലാം എന്താണ്? B ആണ്. ഓൾ ARB എന്ന് പറഞ്ഞാൽ ഏറെ താഴെ എല്ലാം B വരണം. പക്ഷേ കുറച്ച് B ബാക്കി നിൽക്കണം. എന്താണ്? ഓൾ ARB എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാ Aയും B ആണ്, പക്ഷേ എല്ലാ Bയും A അല്ല. അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് പാറ്റേൺ. മനസ്സിലായല്ലോ? അപ്പോൾ അത് മനസ്സിലായല്ലോ. നമ്മൾ ഏറെ താഴെ മൊത്തം B വരണം, പക്ഷേ ബിയിൽ എല്ലാ Bയും A അല്ല. ഇവിടെയൊന്നും A ഇല്ലല്ലോ, ഇവിടെയൊന്നും A ഇല്ല. ഓക്കെ, അത് സെറ്റായല്ലോ. ഓൾ ARB നമ്മൾ ചെയ്തു. ഇനി അടുത്തത് സം ARB. അടുത്തത് സം ARB ആണ്. അതിൻ്റെ മീനിങ് തന്നെ നോക്കിയേ, കുറച്ച് A B ആണെന്നാണ്. അപ്പോൾ കുറച്ച് A മാത്രമാണ് B ആയിട്ടുള്ളത്. A വരച്ചു, അതിൽ കുറച്ച് A മാത്രമാണ് B ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? കുറച്ച് A ആണ് B ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? കുറച്ച് A B ആണ്. അപ്പോൾ ഇതാണ് ഓള് പഠിച്ചു, സം പഠിച്ചു. ഇനി ഏതാ ഉള്ളത്? സം നോട്ട് ഉണ്ടല്ലോ. സം AR നോട്ട് B. അപ്പോൾ കുറച്ച് A B അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാ യൂസ് ചെയ്യണ്ടേ? A നമ്മൾ വരയ്ക്കുക. ഓക്കെ, A വരച്ചതിന് ശേഷം സം AR നോട്ട് B എന്ന് പറയുമ്പോൾ കുറച്ച് A എന്തല്ല? B അല്ല എന്ന് പറയുമ്പോൾ Aന്ന് താഴോട്ട് നോക്കുമ്പോൾ Aന്ന് Bയിലോട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ A എന്ന് പറയുന്നതെന്ന് Bയിലോട്ട് നോക്കുമ്പോൾ A B അല്ല. അതിന് ഇവിടെ രണ്ട് എന്ത് ചെയ്യണം? ക്രോസ് ഇടുക. മനസ്സിലായോ? കുറച്ച് A B അല്ല, അതിനാണ് ഞാൻ ക്രോസ് ഇട്ടത്. ഇത്ര മനസ്സിലായല്ലോ? ഇനി അടുത്ത നോ കണ്ടീഷനാണ്. അടുത്തത് നോ കണ്ടീഷനാണ് എന്ന് പറഞ്ഞാൽ നോ ARB. ഇതാണ് കണ്ടീഷൻ. നോ ARB എന്ന് പറയുമ്പോൾ ഒരു Aയും B അല്ല എന്ന് പറയുമ്പോൾ A വരയ്ക്കുക. A വരച്ചിട്ട് അതൊന്നും എന്തല്ല? B അല്ല. ഓക്കെ, ഇത്ര മനസ്സിലായോ? അപ്പോൾ ഒരു Aയും B അല്ലെന്ന് പറയുമ്പോൾ ഏറെ താഴോട്ടെല്ലാം നോ ആയിരിക്കണം. അതേപോലെ തന്നെ Bയുടെ മുകളിലോട്ടും നോ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 4 കണ്ടീഷൻ. ഇനി ഓൺലി എ ഫ്യൂ കണ്ടീഷനും കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇത് ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക. ഓൾ ARB എങ്ങനെയാണ് വരയ്ക്കുന്നത്? A എല്ലാം വരച്ചിട്ട് ഏറെ താഴെ എല്ലാം എന്ത് വരണം? B വരണം. പക്ഷേ Bയുടെ മുകളിൽ A വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി അടുത്തത് സം ARB. സം ARB എങ്ങനെയാണ് ചെയ്യുന്നത്? കുറച്ച് A B ആണ്. മനസ്സിലായോ? കുറച്ച് A B ആണ്, പക്ഷെ ബാക്കിയൊന്നും ആവണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ സം AR നോട്ട് B. കുറച്ച് A എന്താണ്? B അല്ല. അതുകൊണ്ട് തന്നെ ക്രോസ് വന്നു. മനസ്സിലായോ? ഇനി അടുത്തത് നോ ARB. നോ ARB എന്ന് പറയുമ്പോൾ ഒരു Aയും B അല്ല. ഇതാണ് കണ്ടീഷൻ. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഇത്രയാണ് കണ്ടീഷൻ. ഇനി അടുത്തത്
ഓൺലി എ ഫ്യൂവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ GDക്ക് തന്നെ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ഓൺലി എ ഫ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിലാകുമ്പോൾ കോംപ്ലിമെൻ്ററി പെയേഴ്സും കൂടെ പഠിപ്പിക്കാം. എന്താണ് ഈ കോംപ്ലിമെൻ്ററി പെയേഴ്സ് എന്ന് പറയുന്നത്? ഈ ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി പെയേഴ്സ് വരുന്നത്? സമ്മും നോയും അല്ലേ കോംപ്ലിമെൻ്ററി പെയേഴ്സ്? സം ARBയും നോ ARBയും കോംപ്ലിമെൻ്ററി പെയേഴ്സ് ആയിട്ട് വരും. അതേപോലെ തന്നെ ഓളും സം നോട്ടും അല്ലേ കോംപ്ലിമെൻ്ററി പെയർ എന്ന് പറഞ്ഞാൽ ഓൾ ARBയും അതേപോലെ സം AR നോട്ട് ബി ആണ് കോംപ്ലിമെൻ്ററി പെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഓൺലി എ ഫ്യൂവും കൂടെ പറഞ്ഞുതരാം. ഓൺലി എ ഫ്യൂ ARB. ഓൺലി എ ഫ്യൂ ARB എങ്ങനെയാണ് വരയ്ക്കുന്നത്? കുറച്ച് B ആണ്. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സം ARBയും എടുക്കണം, സം AR നോട്ട് ബിയും കൂടെ എടുക്കണം. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വേണം പടം വരയ്ക്കാൻ. എന്ന് പറയുമ്പോൾ A വരച്ചു, അതിൽ കുറച്ചെണ്ണം B അല്ല, പക്ഷേ കുറച്ചെണ്ണം B ആണ്. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ കുറച്ച് A ഉണ്ട്, അതിൽ കുറച്ചെണ്ണം B അല്ല, കുറച്ചെണ്ണം B ആണ്. മനസ്സിലായല്ലോ? ഇതാണ് സം നോട്ടും വരുന്നുണ്ട്, ഇത് സം നോട്ടല്ലേ, ഇത് സം അല്ലേ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതാണ് ഓൺലി എ ഫ്യൂ എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായോ? ഇനി വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, അതാണ് എന്താണ്? ഓൺലി ARB. ഓൺലി ARB കണ്ടീഷനാണ്. ഓൺലി ARB കണ്ടീഷൻ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, ഒരുപാടും ചോദിക്കാറില്ല. ഓൺലി എ ഫ്യൂ വരെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഓൺലി ARB ചോദിക്കുന്നത് ബാങ്കിലാണ് കൂടുതലും ചോദിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓൺലി ARB എന്ന് പറയുമ്പോൾ എല്ലാ ബിയും A ആണ്, അങ്ങനെ എഴുതണം. എല്ലാ ബിയും A ആണെന്നും പറഞ്ഞാണ് വരയ്ക്കേണ്ടത്. B A ആയിട്ട് വരയ്ക്കുക. പക്ഷേ ഈ B വേറെ ആരുമായിട്ട് ഒരു റിലേഷനും പോകത്തില്ല. മനസ്സിലായോ? ഇവർ തമ്മിൽ മാത്രമേ ഈ ഒരു റിലേഷൻ കാണത്തുള്ളൂ. എല്ലാ ബിയും A ആണ്, പക്ഷേ ഈ B വേറെ ആരുമായിട്ടും ഒരു റിലേഷൻ, ഇപ്പോൾ താഴോട്ടൊക്കെ ഉണ്ടെങ്കിലും അവരുമായിട്ടൊന്നും ഒരു റിലേഷനും ഈ B പോകത്തില്ല. മനസ്സിലായോ? ഇവിടെ വരത്തില്ല, ഇങ്ങോട്ട് ഒരു ആൾക്കാരുമായിട്ട് ഒരു റിലേഷനും പോകത്തില്ല. പക്ഷെ ഓൺലി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ബേസിക് പറഞ്ഞ് മനസ്സിലായല്ലോ. പിന്നെ ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി പെയേഴ്സ്? ഓളും സം നോട്ടും, അതേപോലെ തന്നെ ഓളും. ഈ കോംപ്ലിമെൻ്ററി പെയേഴ്സ് എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്? അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോംപ്ലിമെൻ്ററി പെയേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സം നോട്ടും ഓളും കോംപ്ലിമെൻ്ററി പെയേഴ്സ് ആണ്. അതേപോലെ തന്നെ സമ്മും നോയുമാണ് കോംപ്ലിമെൻ്ററി പെയേഴ്സ് ആയിട്ട് വരുന്നത്. ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സം ക്യാബേജസ് ആർ റോക്സ്. അപ്പോൾ സം ക്യാബേജസ് ആർ റോക്സിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? കുറച്ച് ക്യാബേജ് എന്താണ്? റോക്കാണ്. ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്. ഇനി അടുത്തത് ഓൾ റോക്സ് ആർ വീൽ. എല്ലാ റോക്കും എന്താണ്? വീലാണ്. അപ്പോൾ റോക്കിൻ്റെ താഴെ മൊത്തം വീല് വരണം, പക്ഷെ കുറച്ച് വീൽ എന്ത് വരണം? ബാക്കിയും വരണം. ഇനി അടുത്ത് നോ വീൽ ഈസ് എ സിസർ. നോ വീൽ ഈസ് എ സിസർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെ എല്ലാം ക്രോസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? സിസർ എന്ന് എഴുതുക. സിസർ എന്ന് എഴുതുമ്പോൾ മുകളിലോട്ട് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ഇതാണ് നമ്മുടെ പടം എന്ന് പറയുന്നത്. മനസ്സിലായി? എങ്ങനെ വരയ്ക്കുന്നത്? സം ക്യാബേജസ് ആർ റോക്ക്. അപ്പോൾ കുറച്ച് ക്യാബേജ് റോക്കാണ്. അതേപോലെ തന്നെ ഓൾ റോക്സ് ആർ വീൽ. എല്ലാ റോക്സും വീലാണ്. ഇനി അടുത്ത് നോ വീൽ ഈസ് എ സിസർ. അപ്പോൾ ഒരു വീലും സിസർ അല്ല. ഇനി അടുത്ത ഓൾ ക്യാബേജസ് ആർ വീൽസ്. അപ്പോൾ കൺക്ലൂഷൻ ആണ് നമ്മൾ പറയുന്നത്. എല്ലാ ക്യാബേജും വീൽസ് ആണോ? അപ്പോൾ കുറച്ചാണ്, പക്ഷെ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഒന്നും വീല് വന്നിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. വരാൻ സാധ്യത ഇല്ല എന്നേ പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വരാതിരിക്കാന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നതെന്ന് മനസ്സിലായോ? ചില ക്വസ്റ്റ്യനിൽ ഓൾ ക്യാബേജസ് ആർ വീൽസ് വരും, അതേപോലെ തന്നെ സം ക്യാബേജസ് ആർ നോട്ട് വീൽസ് വരും. അപ്പോൾ ഓളും നമ്മൾക്ക് വരാതിരിക്കാനുള്ള സാധ്യതയുള്ള കേസാണെങ്കിൽ ഓൾ ക്യാബേജസ് ആർ വീൽ ആവണമെങ്കിൽ ഇവിടെ രണ്ട് വീല് വന്നാൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ വരാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ അടുത്ത ഓപ്ഷൻ ഇങ്ങനെയാണെന്ന് വെച്ചോ. ഓളല്ല, സം ക്യാബേജസ് ആർ നോട്ട് വീൽ എന്ന് പറയുവാണ്. അപ്പോൾ നോക്കിക്കേ,
കുറച്ച് ക്യാബേജസ് ആർ നോട്ട് വീൽ, അത് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു 2 വെട്ടിട്ട വീല് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയും വരാൻ സാധ്യതയുണ്ടെന്ന് ഇടുക. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് എടുക്കുമ്പോൾ രണ്ടും കൂടെ നോക്കിക്കേ. ഓൾ ക്യാബേജസ് ആർ വീലും സം ക്യാബേജസ് ആർ നോട്ട് വീലും എന്ന് പറഞ്ഞാൽ സിയും ക്യാബേജും വീലും തമ്മിലാണ് കമ്പാരിസൺ. അതേപോലെ തന്നെ ഓളും സം നോട്ടും ആണ്. അവരെന്താണ്? കോംപ്ലിമെന്ററി പെയർസ് ആണ്. അപ്പോൾ നമുക്ക് ഏതെടുക്കണം? എയ്തർ 1 ഓർ, ഇതിപ്പോൾ ഞാൻ 4ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ എയ്തർ 1 ഓർ 4 ഫോളോസ് എന്ന് എഴുതണം. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് ഞാനത് പറയുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളിത് വരാമെന്ന് പറഞ്ഞൊരു വര ഇട്ടതിന് റീസൺ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, പറ്റുന്നില്ല. അപ്പോൾ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത സം റോക്സ് ആർ വീൽ. അപ്പോൾ കുറച്ച് റോക്സ് വീലാണ്. അപ്പോൾ നോക്കിയേ, സം റോക്സ് ആർ വീൽ, നമുക്ക് ഓൾ റോക്സ് ആർ വീലാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് റോക്സും വീല് തന്നെയല്ലേ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ സാധാരണ എടുക്കുമ്പോഴും ഈ ഓൾ റോക്സ് ആർ വീല്, എന്നാലും കുറച്ച് റോക്ക് എടുത്ത് നോക്കുമ്പോഴും അതെല്ലാം വീല് തന്നെയല്ലേ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് സം വീൽസ് ആർ നോട്ട് സിസർ. കുറച്ച് വീൽസ് എന്താണ്? സിസർ അല്ല. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? സം വീൽസ് ആർ നോട്ട് സിസർ, കുറച്ച് വീൽസ് എന്താണ്? സിസർ അല്ല. അതും കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? 2 and 3 ഫോളോസ് അല്ലേ വരുന്നത്. ഓപ്ഷൻ 2 and 3 ഫോളോസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 അല്ലേ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഓപ്ഷൻ 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഈ കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്ന മനസ്സിലായോ? ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനോട് നോക്കാം. നോക്കിക്കേ, ഓൾ ഫാൻസ് ആർ ബൾബ്. എല്ലാ ഫാൻസും എന്താണ്? ബൾബാണ്. ഓൾ ഫാൻസ് ആർ ബൾബ്. ഇനി അടുത്തത് ഓൾ ബൾബ്സ് ആർ ട്യൂബ്. എല്ലാ ബൾബും എന്താണ്? ട്യൂബാണ്. ട്യൂബ് കുറച്ച് ബാക്കി നിൽക്കണം, ബൾബ് എല്ലാം പക്ഷേ ട്യൂബ് ആയിരിക്കണം. ഇനി അടുത്ത സം ട്യൂബ് ലൈറ്റ് ആർ ന്യൂ. കുറച്ച് ട്യൂബ് ലൈറ്റ് എന്താണ്? ന്യൂ ആണ്. അപ്പോൾ കുറച്ച് ന്യൂ ആണ്. ഓക്കെ അല്ലേ. ഇനി ഓൾ ഫാൻസ് ആർ ന്യൂ. എല്ലാ ഫാൻസും ന്യൂ ആണോ? ഇവിടെ ന്യൂ വന്നാലല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. വരാനുള്ള സാധ്യത ഉണ്ടെന്നും പറഞ്ഞൊരു വര ഇടാനേ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി അടുത്ത ഓൾ ട്യൂബ് ലൈറ്റ്സ് ആർ ഫാൻ. എല്ലാ ട്യൂബ് ലൈറ്റ്സും ഫാൻ ആണോ? ഇല്ല, അതും വരാൻ. ഇവിടെയൊക്കെ ഫാൻ വന്നാൽ മാത്രമേ, ഇവിടെയൊക്കെ ഫാൻ വന്നാൽ മാത്രമേ നമുക്ക് തന്നെ പറയാൻ പറ്റൂ. അതും നമുക്ക് വരയിടാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവർക്കിനി കോംപ്ലിമെൻ്ററി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഓളിൻ്റെ കോംപ്ലിമെൻ്ററി എന്ത് വരണമായിരുന്നു? സം നോട്ട് സം ഫാൻസ് ആർ നോട്ട് ന്യൂ എന്ന് വന്നിരുന്നെങ്കിൽ അതിനെ രണ്ടിനെയും കോംപ്ലിമെൻ്ററി ആക്കായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അതേപോലെ തന്നെ ഓൾ ട്യൂബ് ലൈറ്റ് ആർ ഫാൻസ്. അതേപോലെ തന്നെ ഈ ഓൾ ട്യൂബ് ലൈറ്റ്സ് ആർ ഫാനും കോംപ്ലിമെൻ്ററി പെയർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യും? രണ്ടും ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? നെയ്തർ 1 or 2 ഫോളോസ്. മനസ്സിലായോ? അപ്പോൾ 1ഉം ഫോളോ ചെയ്യത്തില്ല, 2ഉം ഫോളോ ചെയ്യത്തില്ല. ഇത് കോംപ്ലിമെൻ്ററി പെയർസ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് വരാം എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിട്ടേ അതിൻ്റെ താഴെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും സം ഫാൻസ് ആർ നോട്ട് ന്യൂ. അതും ഇവിടെ വരാനും വരാതിരിക്കാനുള്ള സാധ്യത ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അതിന് രണ്ടിനെയും ഏതൊരു കണ്ടീഷനിൽ എഴുതാം. കാരണം അത് കോംപ്ലിമെൻ്ററി പെയർസ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്തൊരു ക്ലാസ് കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലായി. ഇത് കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പോയാൽ മതി. സം കമ്പ്യൂട്ടേഴ്സ് ആർ ഫോൺ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വരച്ച് നോക്കിയേ. സം കമ്പ്യൂട്ടേഴ്സ് ആർ ഫോൺ. അപ്പോൾ കുറച്ച് കമ്പ്യൂട്ടേഴ്സ് എന്താണ്? ഫോണാണ്. ഇവിടെ ഫോണാണ്. ഇനി അടുത്തത് ഓൾ ഫോൺസ് ആർ കാൽക്കുലേറ്റർ. കമ്പ്യൂട്ടേഴ്സിനെ COM എന്നിടുന്ന കാൽക്കുലേറ്ററിനെ CA എന്നിടാം. ഓക്കെ. അപ്പോൾ എന്താണ്? ഓൾ ഫോൺസ് ആർ കാൽക്കുലേറ്റർ. എല്ലാ ഫോണും കാൽക്കുലേറ്റർ ആണ്. ഓൾ കാൽക്കുലേറ്റേഴ്സ് ആർ ഐപാഡ്സ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? I എന്നെടുത്തു. ഓൾ കാൽക്കുലേറ്റേഴ്സ് ആർ ഐപാഡ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? I എന്നിട്ടു. ഇനി അടുത്തത് സം ഐപാഡ് ആർ കമ്പ്യൂട്ടർ. കുറച്ച് ഐപാഡ് കമ്പ്യൂട്ടർ ആണ്. ഓക്കെ ആണല്ലോ, കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഓൾ കാൽക്കുലേറ്റേഴ്സ് ആർ ഫോൺ. എല്ലാ കാൽക്കുലേറ്റേഴ്സും ഫോൺ ആണോ? അല്ല, ഇവിടെ ഫോൺ വരുന്നില്ലല്ലോ, ഇവിടെ വേക്കൻ്റ് ആയിട്ട് ഇരിക്കുമല്ലേ. അപ്പം നമുക്ക് വരാമെന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. ഓക്കെ, ഫസ്റ്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ വരാം. ഓക്കെ. ഇനി അടുത്ത സം ഐപാഡ്സ് ആർ ഫോൺ. അപ്പോൾ കുറച്ച് ഐപാഡ്സ് ഫോണാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം
ഫോണാണ്, പക്ഷെ കുറേ എണ്ണം ബാക്കി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സം ഐപാഡ്സ് ആർ ഫോൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ എന്ത് വരും? ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ ഈ വരാൻ സാധ്യതയുള്ള ഒരാളെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? വേറെ കോംപ്ലിമെൻ്ററി പെയർസ് ഒന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതങ്ങ് തെറ്റായിട്ട് എടുക്കുക. 1ഉം 2ഉം ആണ് നമുക്ക് ഫോളോ ചെയ്യുന്നത്. 1ഉം 2ഉം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ? സെക്കൻഡ് ഓപ്ഷനാണ് നമുക്ക് വരിക. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് ഓപ്ഷൻ അല്ല, അതിൻ്റെ ഓപ്ഷൻ ഇല്ല. 1 and 3 ഫോളോവേഴ്സ് ആണ്. 1 and 3 ഫോളോവേഴ്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിൽ ഓൾ വാട്ടർ ആർ ഇങ്ക്. എല്ലാ വാട്ടറും എന്താണ്? ഓൾ വാട്ടർ ആർ ഇങ്ക്. ഓക്കെ, ഇനി അടുത്തത് ഓൾ ഗ്ലൂ ആർ ഇങ്ക്. ഓൾ വാട്ടർ ആർ ഇങ്ക്. എല്ലാ വാട്ടറും ഇങ്കാണ്, പക്ഷേ ഇങ്ക് എല്ലാം വാട്ടർ ആവണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ empty സ്പേസ് ഇടുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഓൾ ഗ്ലൂസ് ആർ ഇങ്ക് എന്നാണ്. എല്ലാ ഗ്ലൂവും ഇങ്കാണ്. അതെങ്ങനെ വരയ്ക്കുന്നേ? ഗ്ലൂ താഴോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? എല്ലാ ഗ്ലൂവും ഇങ്കാണ്, പക്ഷെ എല്ലാ ഇങ്കും ഗ്ലൂ അല്ല. വരയ്ക്കുന്ന മനസ്സിലായോ? എല്ലാ ഗ്ലൂവും ഇങ്കാണ്, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് ഓൾ ഇങ്ക്സ് ആർ പെൻ. എല്ലാ ഇങ്കും എന്താണ്? പെന്നാണ്. അപ്പോൾ ഓൾ ഇങ്ക്സ് ആർ പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ താഴോട്ട് പെൻ മാർക്ക് ചെയ്യണം. നോക്കിയേ, ഈ ഇങ്കിൻ്റെ താഴെയല്ല, എവിടെയൊക്കെ ഇങ്ക് ഉണ്ടോ അതിൻ്റെയൊക്കെ താഴെയെല്ലാം എന്ത് വരണം? പെൻ എന്ന് വരണം. അപ്പോൾ ഇവിടെ പെൻ വന്നു, ഇവിടെ പെൻ വന്നു, ഇവിടെ പെൻ, ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓൾ ഇങ്ക്സ് ആർ പെൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഓൾ ഗ്ലൂസ് ആർ പെൻ. എല്ലാ ഗ്ലൂസും പെന്നാണോ? ആണല്ലോ. ഈ 2 ഗ്ലൂവേ ഉള്ളൂ, അതിൻ്റെ എല്ലാം താഴെ പെന്നുണ്ട്, അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഓൾ പെൻസ് ആർ വാട്ടർ. എല്ലാ പെൻസും വാട്ടർ ആണോ? ഇതിൻ്റെയൊക്കെ ഈ പെന്നിൻ്റെ ഒന്നും മുകളിൽ വാട്ടർ ഇല്ലല്ലോ, ഇവിടെ ഒന്നും വാട്ടർ വരുന്നില്ലല്ലോ, അപ്പം അത് ഫോളോ ചെയ്യത്തില്ല. ഇവിടെ വാട്ടർ വരുവാണെങ്കിൽ ഫോളോ ചെയ്യാം. ഇങ്ങനെ ഒരു ഡാഷ് ഇടുക. ഓൾ എന്ന് വരുന്നതുകൊണ്ട് സം നോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇനി അടുത്ത സം പെൻസ് ആർ ഗ്ലൂസ്. കുറച്ച് പെൻസ് എന്താണ്? കുറച്ച് പെൻസ് ഗ്ലൂ ആണല്ലോ, അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പിന്നെ ഒരു പേരും വരുന്നില്ല, അതുകൊണ്ട് ഇതിനെ നമ്മൾ തെറ്റായിട്ട് എടുക്കുന്നു. 1 and 3 ഫോളോസ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 4 1 and 3 ഫോളോസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായോ? ഓൾ പെൻസിൽ ആർ സ്റ്റിക്സ്. അപ്പോൾ എങ്ങനെ എഴുതുക? പെൻസിലും സ്റ്റിക്സും. അപ്പോൾ എല്ലാ പെൻസിലും എന്താണ്? സ്റ്റിക്കാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സം സ്റ്റിക്സ് ആർ നോട്ട്. കുറച്ച് സ്റ്റിക്ക് എന്താണ്? നോട്ടാണ്. ഇനി ഓൾ ഡയറീസ് ആർ നോട്ട്. എല്ലാ ഡയറീസും നോട്ടാണ്. എല്ലാ ഡയറീസും നോട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്? ഡി ഇട്ടിട്ട് അതിൻ്റെ മുകളിലെല്ലാം എൻ വരണം. ഇതല്ലേ പടം എന്ന് പറയുന്ന ഓൾ പെൻസ് ആർ സ്റ്റിക്ക്. എല്ലാ പെന്നും സ്റ്റിക്കാണ്. താഴോട്ട് നോക്കിക്കേ, പെന്നെല്ലാം സ്റ്റിക്കാണ്. ഇനി അടുത്തത് സം സ്റ്റിക്സ് ആർ നോട്ട്. കുറച്ച് സ്റ്റിക്ക് നോട്ടാണ്, ബാക്കി കുറച്ച് എൻ വരണം. ഇനി അടുത്ത ഓൾ ഡയറീസ് ആർ നോട്ട്. എല്ലാ ഡയറീസും എന്താണ്? നോട്ടാണ്. ഡയറിയുടെ മുകളിലെല്ലാം നോട്ട് വരണം. ഇനി അടുത്ത സം നോട്ട്സ് ആർ ഡയറീസ്. കുറച്ച് നോട്ട്സ് എന്താണ്? ഡയറീസ് ആണ്. കറക്റ്റ് ആണല്ലോ. സം നോട്ട്സ് ആർ ഡയറീസ് കറക്റ്റായി വരുന്നുണ്ടല്ലോ. കുറച്ച് നോട്ട്സ് വെറുതെ നിൽക്കുന്നുണ്ട്, കുറച്ച് ഡയറി ആവുന്നുണ്ട്. 1 ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സം സ്റ്റിക്സ് ആർ പെൻസിൽ. സം സ്റ്റിക്സ് ആർ പെൻസിൽ കറക്റ്റ് ആണല്ലോ, അതും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇനി അടുത്ത സം ഡയറീസ് ആർ സ്റ്റിക്ക്. കുറച്ച് ഡയറീസ് സ്റ്റിക്ക് ആവാം. ഈ ഡയറിയുടെ അവിടെ നിന്ന് സ്റ്റിക്കിലോട്ട് നോക്കിയേ, കിട്ടുന്നില്ലല്ലോ. അപ്പം നമ്മുടെ അത് കോംപ്ലിമെൻ്ററി വരാം. ഇവിടെ വാല്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വരാം, ഇവിടെ എസ് വന്നാൽ നമുക്ക് വരാമെന്ന് എടുക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് കോംപ്ലിമെൻ്ററി പെയർസ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ അങ്ങ് വെട്ടായിട്ട് എടുക്കുക. 1 and 2 ആണ് ഫോളോ ചെയ്യുന്നത്. 1 and 2 ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. അതേപോലെ തന്നെ നമുക്കിപ്പം ചില എന്താണ് റൂൾസ് ഉണ്ട്. റൂൾസ് എന്ന് പറഞ്ഞാൽ സം എ ആർ ബി എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു വേണമെങ്കിൽ എടുക്കാം. ക്വസ്റ്റ്യൻ ഇപ്പോൾ കൺക്ലൂഷനിൽ ചിലപ്പോൾ സം എ ആർ ബി എന്നായിരിക്കും ചോദിച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സം ബി ആർ എ വേണമെങ്കിൽ നോക്കാം. നോക്കിയേ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. സം എ ആർ ബി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ക്വസ്റ്റ്യൻ ഇങ്ങനെ കൺക്ലൂഷൻ ചോദിക്കുവാണ്, സം ബി ആർ എ കറക്റ്റ് ആണോ അല്ലയോ? കുറച്ച് ബി എ ആണല്ലോ, അത് കറക്റ്റ് അല്ലേ? അപ്പോൾ സമ്മിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് തിരിച്ചും മറിച്ചും വേണമെങ്കിൽ നോക്കാം. സം എ ആർ ബി നോക്കിയാലും കറക്റ്റ് വരും, സം ബി ആർ എ നോക്കിയാലും കറക്റ്റ് വരും. ഇതേപോലെ തന്നെയാണ് വേറെ ആര്? സമ്മും പിന്നെ നോയും കണ്ടീഷൻ. നോ എന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും.
നോക്കിക്കേ, നോ എ ആർ ബി. നോ എ ആർ ബി എങ്ങനെ വരയ്ക്കുന്നേ? എ വരച്ചു, ക്രോസ് വന്നു, ഇവിടെ ബി വന്നു, ഇവിടെയും ക്രോസ് വന്നു. അപ്പോൾ നോ എ ആർ ബി എന്ന് പറയുമ്പോൾ ഇനി നോക്കിക്കേ, ഞാൻ കൺക്ലൂഷൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, നോ ബി ആർ എ. കൺക്ലൂഷനിൽ ചോദിക്കുകയാണ് നോ ബി ആർ എ. നിങ്ങൾ കറക്റ്റ് എന്ന് ചെയ്തോ തെറ്റെന്ന് ചെയ്തോ? നോ ബി ആർ എ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് നിങ്ങൾ മുകളിലോട്ട് നോക്കിയേ, ബിയുടെ അവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഏര് അവിടെ എല്ലാം വെട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നോ വന്നാലും സം വന്നാലും തിരിച്ചും മറിച്ച് നോക്കിയാലും ആൻസർ കിട്ടും. പക്ഷേ ഇങ്ങനെ തിരിച്ചും മറിച്ച് എവിടെ നോക്കാൻ പാടില്ല? ഓളിൻ്റെ കേസിലും ഓൾ എ ആർ ബിയും ഓൾ ബി ആർ എയും സെയിം അല്ല, അത് തെറ്റിക്കരുത്. അതേപോലെ തന്നെ വേറൊരു കണ്ടീഷനുണ്ട്, സം നോട്ടിൻ്റെ കേസിലും തിരിച്ചു മറിച്ച് എടുക്കാൻ പാടില്ല. സം എ ആർ നോട്ട് ബിയും സം ബി ആർ നോട്ട് എയും സെയിം അല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതാണ്? നോയും സമ്മും മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞല്ലോ, 1 and 2 ഫോളോസ് ആണ് വരിക. അപ്പോൾ എടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഓൾ ബെഡ്സ് ആർ ടേബിൾ. എല്ലാ ബെഡ്സും ടേബിൾ ആണ്. അപ്പോൾ ബെഡ് എന്ന് എഴുതി, ടേബിൾ ഇവിടെ ടാപ്പ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ടി ബി എന്ന് എഴുതിക്കോ. ഓൾ ബെഡ്സ് ആർ ടേബിൾ. ഇനി അടുത്ത ഓൾ കോട്ട്സ് ആർ ടേബിൾ. എല്ലാ കോട്ടും ടേബിൾ ആണ്. അതെങ്ങനെയാ? സി ഇവിടെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. സിയുടെ മുകളിലുള്ള എല്ലാം ടേബിൾ ആയിരിക്കും. എവിടെയൊക്കെ സി ഉണ്ട് അതിൻ്റെ മുകളിൽ എന്ത് വരും? മുകളിൽ അല്ലെങ്കിൽ താഴെ ടേബിൾ വരും. ഇനി അടുത്തത് ഓൾ ടേബിൾസ് ആർ ടാപ്സ്. എല്ലാ ടേബിളും എന്താണ്? ടാപ്സ് ആണ്. അപ്പോൾ ടേബിളിൻ്റെ എവിടെയൊക്കെ ടേബിൾ ഉണ്ടോ അതിനടുത്തൊക്കെ എന്ത് വരണം? ടാപ്പ് വരണം. ടാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടോട്ട് എഴുതാം, ഇവിടോട്ട് വേണമെങ്കിലും എഴുതാം. എനിക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടോട്ട് എഴുതുക. അപ്പോൾ ടാപ്പ് അല്ലേ, ടേബിളിൽ എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ താഴെ എല്ലാം ടാപ്പ് എഴുതുവാണ്. ഓക്കെ, ഓൾ ടേബിൾസ് ആർ ടാപ്പ് എന്നല്ലേ, അപ്പോൾ ടാപ്പ് കുറച്ച് അധികം നിൽക്കണം. ഇനി ഓൾ കോട്ട്സ് ആർ ടാപ്സ്. എല്ലാ കോട്ടും ടാപ്പാണ്. എല്ലാ കോട്ടും, കോട്ട് എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ താഴെ എന്തുണ്ട്? ടാപ്പ് ഉണ്ടല്ലോ, അത് കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് സം ടാപ്സ് ആർ ബെഡ്. കുറച്ച് ടാപ്സ് എന്താണ്? ബെഡാണ്. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഇവിടെ കുറേ ടാബ് ഉണ്ട്, ഇവിടെ 2 എണ്ണത്തിന് മാത്രമല്ലേ ബെഡ് വരുന്നുള്ളൂ. ഓക്കെ ആണ്. ഇനി അടുത്തത് സം ടാപ്സ് ആർ കോട്ട്. കുറച്ച് ടാപ്സ് എന്താണ്? കോട്ടാണ്. അപ്പോൾ കുറച്ച് ടാപ്സ് കോട്ടാണല്ലോ, താണ്ടെ കുറച്ച് ടാപ്സ് കോട്ടാണ്, അതും കറക്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഓൾ 3 ഫോളോ ചെയ്യുന്ന ഓൾ കൺക്ലൂഷൻ ഫോളോസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. ബേസിക് ആയിട്ടുള്ള ക്ലാസ് മാത്രമേ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഴയ മെത്തേഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മെത്തേഡ് ചേഞ്ച് ചെയ്യണമെന്നില്ല. ഇതൊരു പുതിയ മെത്തേഡാണ്. അപ്പോൾ നിങ്ങളിത് പഴയ മെത്തേഡ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ മാത്രം ഇത് പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു ക്ലാസ്സും കൂടെ ചെയ്യാം. അതിൽ ഓൺലി എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ താങ്ക് യു.